ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് ബത്തേരി KSRTC സ്റ്റാൻഡാണ് കാണുന്നത്. ഇവിടെ നിന്നാണ് മെയിനായിട്ട് മൈസൂരേക്കും ബാംഗ്ലൂരേക്കും അതുപോലെ കോഴിക്കോടൊക്കെ എല്ലാം ബസ് പോകുന്നത്, ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ഒരു കാര്യം തീരുമാനിച്ച് നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ കയറി ഒന്ന് നാട് മൊത്തം ഒന്ന് കറങ്ങണമെന്ന്. എനിക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയല്ല. അങ്ങനെ ഞാനും വൈഫും അമ്മച്ചിയും കൂടി സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ ഉദ്ദേശിച്ചത് പാട്ടോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. പാട്ടോയിൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്. ബത്തേരിയിൽ നിന്ന് അങ്ങോട്ട് വണ്ടിയുണ്ട്. നല്ല അടിപൊളി ആനക്കാടാണ്. അപ്പോൾ അതേ കൂടി വേണം നമ്മൾ പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്റ്റാൻഡിൽ വന്ന് ഏകദേശം 10 മിനിറ്റോളം പാട്ടോയിൽ ബസ് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. പിന്നീടാണ് അറിയുന്നത് ഇവിടെ നിന്നല്ല പാട്ടോയിലേക്ക് പോകുന്ന ബസ്, അത് ബത്തേരിയിൽ പഴയ സ്റ്റാൻഡിൽ നിന്നാണെന്ന്. അങ്ങനെ ഞങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വെച്ച് പിടിച്ച് അവിടെ നിന്ന് ബസ് കിട്ടി. ഇപ്പോൾ ബത്തേരി ടൗണിൽ കൂടി പോകുന്നതാണ് ഈ കാണുന്നത്. ബത്തേരി ടൗണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 2:20 ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേർക്ക് ടിക്കറ്റ് എടുത്ത് അതിലൊരാളുടെ പൈസ കൊടുത്ത് എനിക്ക് മാത്രം ടിക്കറ്റ് മതിയല്ലോ. തിരക്കായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ സെൻറ്ററിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ പറ്റുന്ന വിധത്തിലൊക്കെ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. എനിക്കും പഴയ പോലെ ബസ്സിൽ ഈ കമ്പി പിടിച്ച് നിൽക്കാനുള്ളൊരു കഴിവൊന്നും ഇല്ല. ഇപ്പം ഏകദേശം 10 കൊല്ലത്തോളം ഇപ്പോൾ ബസ്സിൽ കയറിയിട്ട്. പിന്നെ ഈ സർക്കാരിൻ്റെ ഫ്രീ ടിക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. സംഭവം കൊള്ളാട്ടാ, ഇഷ്ടംപോലെ ബസ്സുണ്ട് പ്രിയദർശിനി. വയനാട്ടുകാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ബത്തേരി ടൗണിന് കഴിയാറായി. വൈഫിനും മോൾക്കും അമ്മച്ചിക്കും ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. അതുകാരണം പിന്നെ ബുദ്ധിമുട്ടായില്ല. ശരിക്കും ഈ ബസ്സുകളിൽ ബുദ്ധിമുട്ടുന്നത് ഈ 20-ൻ്റെയും 60-ൻ്റെയും ഇടയ്ക്കുള്ള ആളുകളാണ്. ബാക്കിയുള്ള ആളുകൾക്ക് സീനിയർ സിറ്റിസണും പിന്നെ ലേഡീസിന് അത് വേറെ ഉണ്ട്, വികലാംഗർക്കുണ്ട്. പാവപ്പെട്ട ആണുങ്ങൾക്ക് മാത്രം സീറ്റില്ല. ലാസ്റ്റ് നിന്ന് പിടിച്ച് ഇങ്ങനെ പോകുന്ന ഞാൻ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ സൈഡിലെത്തി. ഏകദേശം 17 കിലോമീറ്റർ ഉണ്ടാ. ഇതിലൊരു 12 കിലോമീറ്ററോളം ഫോറസ്റ്റാണ്. അത്യാവശ്യം നല്ല തിക്ക് ഫോറസ്റ്റാണ്. നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങോട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നാ, ഇത് ഫോറസ്റ്റ് ഓഫീസാണ്. ഇതൊക്കെ നാച്ചുറൽ ഫോറസ്റ്റാണ്. വയനാട്ടിലെ ബാക്കി ഫോറസ്റ്റുകളിലെല്ലാം തേക്കും ആവശ്യമില്ലാത്ത മരങ്ങളും നട്ടുപിടിപ്പിച്ച് ആകെ കഷ്ടപ്പാടാണ്. ഇത് കണ്ട നല്ല മുളകളും അത്യാവശ്യം നല്ല എന്താ പറയേണ്ടത്, ഒരു ഗംഭീരമായ ഫോറസ്റ്റാണ്. ആനകൾക്കെല്ലാം ഭക്ഷണമെല്ലാം ഇഷ്ടം പോലെ കിട്ടുന്ന ഫോറസ്റ്റാണിത്. ഇവിടെ രാത്രി ഭയങ്കര പ്രശ്നമുണ്ടാ, എപ്പോഴും ആന ഉണ്ടാവും. ഇതുവഴി മെയിനായിട്ട് ഊട്ടിക്ക് പോകുന്ന റൂട്ടാണിത്. ബത്തേരിയിൽ നിന്ന് ഊട്ടിക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ്. പക്ഷേ ഇതാണ് പ്രോബ്ലം, 6 മണി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിലെല്ലാം ആനയായിരിക്കും. ഇപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന് കുറച്ച് ആളുകളെല്ലാം കുറഞ്ഞ്. ഡ്രൈവർ നല്ല പോക്കാ കണ്ടാ, ആ ചേട്ടൻ നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ട്. റോഡിന് അത്ര വീതിയൊന്നുമില്ല, എന്നാലും നല്ല അടിച്ച് പൊളിച്ചാണ് പോകുന്നത്. ഇവിടെ എല്ലാം ഏത് സമയവും ആനേനെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. കാറും ബൈക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് നൈറ്റ് ടൈം. ഇവിടുത്തെ ആനകളെല്ലാം ഭയങ്കര അഗ്രസീവാണ്. നമ്മൾ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട റൂട്ടിലാണെങ്കിൽ അവിടെ എപ്പോഴും ആനേനെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലം. ആന, മാൻ, കാട്ടുപോത്ത് അതൊക്കെ നോർമലായിട്ട് കാണും.
അധികം ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വഴിയിൽ നൈറ്റ് ടൈമേ കാണാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ രാവിലെ പോകണം. ഈ കേരള ഫോറസ്റ്റിൻ്റെ ഉള്ളിലെല്ലാം ഇപ്പോഴും ജനങ്ങൾ താമസിക്കുക, അവിടെയെല്ലാം കൃഷിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പാട്ടവൽ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും തമിഴ്നാട്ടിലാണ്. തമിഴ്നാടിൻ്റെ ഭാഗങ്ങളെല്ലാം ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കി ബഫർ സോണിൽ നിന്ന്. അതായത് മുതുമല ടൈഗർ റിസർവാണത്. അപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം വെച്ച് കൊടുത്തിട്ട് അവരവിടെ നിന്ന് ആളുകളെ ഒഴിവാക്കി. അങ്ങനെ കുറേ ആളുകൾ കേരളത്തിൽ വന്ന് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലുള്ള ഭാഗങ്ങൾ, ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോഴും ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ആനേനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ കൂടുമ്പോഴാണ് ഈ പ്രോബ്ലം വന്നത്. ആനേനെ കാണാൻ വേണ്ടി ഓട്ടോറിക്ഷ പിടിച്ചു പോയി അവിടെ നിന്ന് വീണ് കാലൊടിഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ, ഒരു കാര്യമില്ലാണ്ട്. ശരിക്കും ഈ ആനകളെയും അതുപോലെ തന്നെ കടുവനെയൊക്കെ കാണുമ്പോൾ നമ്മൾ നോർമലായിട്ട് അത് മൈൻഡ് ചെയ്യാണ്ട് പോയിരുന്നെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഉടനെ തന്നെ വിളിച്ചു കൂകി ആളുകളെ കൂട്ടി ഫോറസ്റ്റിനെ വിളിച്ച് പിന്നെ അത് നമുക്കൊരു ഭയങ്കര ആഘോഷം. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകുന്നത്. അത് നമ്മളൊന്ന് ജനങ്ങൾ ശ്രദ്ധിക്കണം ശരിക്ക്. ഇവിടെ പല അറ്റാക്കുകളും അങ്ങനെ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ജനവാസ കേന്ദ്രത്തിലൊക്കെ വരുമ്പോൾ ഇതിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇത് നൈറ്റ് ടൈമിലായിരിക്കും വരുന്നത്. അപ്പോൾ ഡേ ടൈമിൽ ഇത് തിരിച്ചു പോവില്ല. അപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അതിനുള്ള ഒരു സാവകാശം ജനങ്ങൾ കൊടുക്കില്ല. അതിൻ്റെ പുറകെ കൂടി എങ്ങനെയെങ്കിലും അതിനെ ഭ്രാന്ത് പിടിപ്പിച്ച് അതിനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനത്തെ പരിപാടിയാണ്. ഇവിടെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു കരടി കഷ്ടപ്പെട്ട് വന്ന് ആ കരടീനെ ഓടിച്ച് വയനാട് മൊത്തം ഓടിച്ചു കളഞ്ഞവർ. എന്തൊരു ജനങ്ങളാണെന്നൊരു പിടിയില്ല. നമ്മൾ മനുഷ്യരും കുറച്ച് സഹകരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആഫ്രിക്കയിലൊക്കെ പോയപ്പോൾ കണ്ട ഒരു കാര്യങ്ങൾ, അവിടെ സിംഹം അതുപോലത്തെ മൃഗങ്ങളെല്ലാം നോർമലായിട്ട് റോഡെല്ലാം ക്രോസ് ചെയ്യുന്നു. ജനങ്ങൾ അതിൻ്റെ ഇടയിൽ താമസിക്കുന്നുണ്ട്, അതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതൊന്നും അറ്റാക്കൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഗുജറാത്തിൽ സിംഹങ്ങൾ ഗീർ ഫോറസ്റ്റിൽ അവിടെ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല ഇതും കൊണ്ട്. കേരളത്തിൽ വരുമ്പോൾ സംഭവം ആകെ ഇവർ പൊളിച്ച് ഭയങ്കര ആഘോഷവും കേരളക്കാർക്ക്. എന്താണെന്നറിയില്ല. ഫോറസ്റ്റുകാർ 2-3 ആനേനെ കൊണ്ടുവരുന്നു, പിന്നെ അവിടെ നിന്ന് വേറെ കുങ്കിയാനകളെ കൊണ്ടുവരുന്നു, ഫോറസ്റ്റിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വരുന്നു. ഇതൊക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? വയനാട് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫോറസ്റ്റാണ്, എല്ലാവർക്കും അറിയാതെ. ഇപ്പം നമ്മുടെ ചേകാടി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എല്ലാം വീടിൻ്റെ സൈഡിൽ കൂടി ആനകൾ പോകുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബസ് ഡ്രൈവർ ബൈക്ക് ഓടിക്കുന്ന പോലെ പോകുന്നത്. എന്നാ പോക്ക് പോകുന്നത്. ഇത് കാണാൻ തന്നെ ഒരു രസമുണ്ടാ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഈ കാറൊക്കെ ഓടിക്കുന്നത് എന്ത് ഇതിൻ്റെ മുമ്പിൽ. ഇത്രയും ചെറിയ റോഡിൽ കൂടിയാണ് ഈ പോക്ക് പോകുന്നത്. നമ്മൾ എന്തെങ്കിലും കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും കണ്ടില്ല ഇപ്രാവശ്യം. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ചർച്ചകളൊക്കെ ഇതിൽ നടന്നു. അതായത് സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ്, പ്രിയദർശിനി ബസ്സിലുള്ള ഫ്രീ ടിക്കറ്റ്, അത് സ്ത്രീകൾ തന്നെ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതായിരിക്കും ഗുണം. ഇതിൽ ഗുണം കിട്ടിയിരിക്കുന്നത് സർക്കാരിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ്, ബാക്കി ആരാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു തെറ്റായ നടപടിയാണെന്ന് ഇതിനെ പറയേണ്ടത്. ഇത് പുരുഷനെയും സ്ത്രീയെയും തമ്മിലുള്ള ഒരു അടിയുണ്ടാക്കാനുള്ള പ്ലാനാണ് ഇത്. കാരണം ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നായിരിക്കണ്ടേ, ഒരുപോലെ കിട്ടണ്ടേ. ഇത് ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും കൊടുക്കുന്നതിൽ അർത്ഥം എന്താ? ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു തന്ത്രം, അത് ശരിയായ ഒരു തീരുമാനമല്ല. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തതും ഇത് തന്നെ. അന്ന് മതപരമായിട്ടായിരുന്നു ഭിന്നിപ്പിക്കൽ. ഇന്ന് മതപരം ഓൾറെഡി ഉണ്ട്. മതം ജാതിയും പിടിച്ചിട്ടുള്ള ഭിന്നിപ്പിക്കൽ ഓൾറെഡി ഈ രാഷ്ട്രീയക്കാർ നടത്തുന്നുണ്ട്. അതുകൂടാതെ സ്ത്രീയും പുരുഷനും തമ്മിൽ അടിയാക്കും. ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ പാട്ടവൽ സിറ്റി അല്ല, പഴയ
ഒരിതിൽ അങ്ങാടി എന്ന് പറയാം. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഒരു 4-5 കട. പക്ഷേ ഇവിടെ ഒരു ലിക്വറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, കുറച്ചപ്പുറം. ഈ കാണുന്ന റെഡ് ഇല്ലേ, അതാണ് ഇവിടെ ചെക്കിങ്. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് ഫുൾ ബോട്ടിൽസും ഇതെല്ലാം ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ഒന്നും അങ്ങോട്ട് കടത്താൻ സമ്മതിക്കില്ല. ഇതിനി അങ്ങോട്ട് നീലഗിരീൻ്റെ സൈഡായി. ഞങ്ങൾ പോയ വണ്ടി തന്നെ തിരിച്ചു വരുന്നതാണ് കേട്ടോ, സമയമില്ല. എന്താ വണ്ടി ഇപ്പോൾ കിടക്കുന്ന വെയിറ്റിങ്ങില്ല. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുള്ളൂ. അധികം ആളൊന്നുമില്ല. ഈ സൈഡിലെല്ലാം നോർമലി നൈറ്റ് ഇതുണ്ടാവും, ആന ഉണ്ടാവും. ഈ ഒരു സൈഡിൽ തോട്ടങ്ങളാണ് കേട്ടോ. അങ്ങനെ ബസ് മൂവായി. സെയിം വഴി റിട്ടേൺ. ശരിക്കിനി വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളില്ലേ, അവർക്കെല്ലാം ഇത് ഒരു 10 മണി കഴിഞ്ഞാൽ ഇറങ്ങാം. കുട്ടികളെയും ഭർത്താവിനെയൊക്കെ വിട്ടിട്ട് അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയിട്ട് വരിക. ഒരു 3-4 മണിയാകുമ്പോൾ തിരിച്ചു വന്നാൽ മതിയല്ല, അവർക്കൊരു സന്തോഷവും. അയൽവക്കക്കാരെല്ലാം കൂട്ടി പോവുക. ഏതായാലും ഫ്രീ അല്ലേ, പിന്നെ എന്തെന്നാ ബുദ്ധിമുട്ട്? KSRTCക്ക് നമ്മുടെ സർക്കാർ പൈസ കൊടുക്കണ്ടല്ലോ. ഫണ്ട് കണ്ടെത്തുന്നത് അത് സർക്കാരിൻ്റെ കടമ. ഒന്നാം തീയതി ആകുമ്പോൾ ഇങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കാരണം ഇവിടെ നിന്നൊക്കെ കുപ്പി മേടിച്ച് പോകാൻ. കേരളത്തിൽ കുപ്പി ഉണ്ടാവില്ല. അപ്പോൾ പല ആളുകളും ഇവിടെ എല്ലാം വന്നിട്ടാണ്. വയനാട്ടിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഇപ്പം ഈ ഒരു ബത്തേരി താലൂക്കിന് തന്നെ ഏകദേശം 2 സ്റ്റേറ്റായിട്ട് ബോർഡറുണ്ട്, കർണാടകയും തമിഴ്നാടും. അപ്പോൾ ആളുകളെല്ലാം ഈ കർണാടകയിലൊക്കെ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുടിച്ചിട്ട് വരും. എന്നാലും ആനേനെ കാണാൻ പറ്റില്ല, അതൊരു വിഷമമായി പോയി. അടുത്തൊരു ട്രിപ്പ് നമുക്ക് മുത്തങ്ങയിലേക്ക് വെക്കാം. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്ക്. ഇതുപോലെ വണ്ടിയിൽ വരിക. ഒരു ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കല്ലേ പൈസ കൊടുക്കണ്ട്. നമ്മളൊരു കാറായിട്ട് വരണമെങ്കിൽ എത്ര പൈസ നമുക്ക് ചിലവാ. പിന്നെ റിസ്ക് വേറെ, അത് ഓടിക്കാനുള്ള. ഇത് ചില സ്ഥലങ്ങളിലെല്ലാം ആനനെ കണ്ട് ഒരു വണ്ടി നിർത്തി തരും കേട്ടോ. ആനനെ അല്ലെങ്കിൽ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് നിർത്തി തരും. അപ്പോൾ ഈ കിട്ടുന്ന ഫെസിലിറ്റി എല്ലാവരും യൂസ് ചെയ്യുക. ലേഡീസിന് കിട്ടിയാണല്ലോ, ലേഡീസ് എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. വീട്ടിലിരുന്ന് മുഷിയേണ്ട ഒരു കാര്യമില്ല. അയ്യോ എനിക്ക് പണിയില്ല, ഈ മൊബൈൽ നോക്കി ഇരിക്കേണ്ട കാര്യമില്ല. എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോവുക. അടുത്ത ആഴ്ചയിൽ ഒരു ട്രിപ്പ് ചെയ്യാൻ പറ്റിട്ടുണ്ട്. അടുത്ത ആഴ്ച ഒന്ന് ചേകാടി പോവാം. ഈ ചേകാടി പോകുന്ന റോഡും ഭയങ്കര വൈബാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം.
കുറച്ച് ആളുകളോടൊക്കെ സംസാരിച്ച് നമ്മൾ ഈ ജോലി സ്ഥലം വീട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു എൻജോയ്മെൻറ്റാണ്. നമ്മൾ മുത്തങ്ങന്ന് നഞ്ചങ്കോടൊക്കെ പോകുന്ന വഴിക്ക് എപ്പോഴും മൃഗങ്ങളുണ്ടാവും. അമ്മച്ചിയാണ് അത്. അമ്മച്ചിക്ക് ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർക്കൊക്കെ അതാണല്ല ഈ പ്രായത്തിൽ, പിന്നെ എന്ത് എൻജോയ്മെൻ്റ് ഇനി അവർക്കുള്ളത്. അപ്പോൾ വീട്ടിൽ പ്രായമുള്ള സ്ത്രീകളുടെ അമ്മമാരും ഒക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് കറങ്ങുക. നമ്മുടെ സതീശൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് കറങ്ങുക. ഇത് ശരിക്ക് പ്രായമുള്ള ആണുങ്ങൾക്ക് കൊടുക്കണം, ഒരു 60 വയസ്സിന് മേളിലുള്ള. അതുപോലെ തന്നെ 18 വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഈ ലേഡീസ് കയറി കഴിഞ്ഞ് ബാക്കി ആരാണ് അതിൽ കയറാനുള്ളത്? ഒരു ബസ്സിൽ ഒരു 40% പോലും പുരുഷന്മാരുണ്ടാകാറില്ല. അവരോട് മാത്രം പൈസ മേടിച്ചിട്ട് എന്താ കാര്യം? എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീ കൊടുക്കലെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പറ്റിക്കല. നമ്മുടെ ജനങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു സംഭവമാണ് ഇത്. അത് ഒരു സത്യം തന്നെ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.